ഞാൻ ഇല്ല, രാവിലെ എടുത്തില്ല, ഇതപ്പോ ഫസ്റ്റ് ഷൂട്ട്. അപ്പൊ നേരത്തെ തന്നെ കറങ്ങിയതായിരിക്കോ? നേരത്തെ എടുത്ത് കറങ്ങിക്കൊണ്ടിരുന്നതായിരിക്കും. അതിന് ഞാൻ കണ്ണട വെച്ചിട്ട് വെറുതെ ഇൻട്രോ പറഞ്ഞു നോക്കിയേ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴേ കുറെ പേര് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, എല്ലാ പ്രാവശ്യം മിലോയിനെ കുറച്ച് നേരം കാണിക്കണം കേട്ടോ എന്ന്. മിലോയുടെ ബെഡ്റൂമും കാര്യങ്ങളും ജീവിതമൊക്കെ കാണിക്കണം കേട്ടോ. ആക്ച്വലി ഇത് മിലോയുടെ ബെഡ്റൂമാണ് കേട്ടോ. അതിന്റെ കൂടെ ഞങ്ങളും കൂടി താമസിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് മിലോയുടെ ബെഡ്. അതിലൊരു സോഫ്റ്റ് ടവൽ ടർക്കി പോലത്തെ വിരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ അത് കിടക്കത്തുള്ളൂ കേട്ടോ. വേറെ ഇങ്ങോട്ടേക്ക് ശല്യം ഉണ്ടാക്കത്തില്ല. പിന്നെ ഈ റൂമിന്റെ സർവ്വാധികാരി മിലോയാണ് കേട്ടോ. ഈ ഒരു പ്രിന്ററായി വരെ അത് കയറിയിരിക്കും. പ്രകൃതി കണ്ടോട്ടോ, ഭയങ്കര പികിതി നിരീക്ഷണമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം മണിക്കൂറുകളോളം. പിന്നെ കൂട്ടുകാരെ, ഈ ഒരു ബോക്സുകൾ ഞാൻ ആഭരണങ്ങൾ ഇട്ട് വെക്കുന്നത്, എന്റെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ബോക്സ് നിങ്ങൾ കണ്ടുവെച്ചോ. പിന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ. അപ്പം മിലോയിലേക്ക് തിരിച്ചു വരാം. മിലോ ഇവിടുത്തെ സർവ്വ അധികാരിയാണ്. കിച്ചണിലേക്ക് കയറാതിരിക്കാൻ ഞാൻ അവിടെ ഒരു ഡോർ, ഒരു സെപ്പറേഷൻ കൊടുത്ത് ഇപ്പൊ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് ഞാൻ പ്രവേശനം കൊടുക്കത്തില്ല, 2 കിച്ചണിലേക്കും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് റൂമിലേക്ക് ഞാൻ കയറ്റത്തില്ല. പിന്നെ ആകെ ഇത് ഈ ബെഡ്റൂം, ഇങ്ങനത്തെ ഹാള്, വരാന്ത അങ്ങനെയൊക്കെ ആയിട്ട് അത് ജീവിക്കുന്നത്. ശല്യമൊന്നുമില്ല, പക്ഷെ പുള്ളിയാണ് സർവ്വാധികാരി. അങ്ങനെയാണ്. ഇവിടെ വന്നിരുന്ന് മുഴുവൻ സമയം ഇങ്ങോട്ടേക്ക്, എന്റെ ടേബിളിലേക്കും ഇങ്ങോട്ടേക്ക് ശല്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ബെഡ്, അത് കഴിഞ്ഞിട്ട് ജനല് ഫുൾ ഡേ. എത്ര മണിക്കൂറാ മെഡിറ്റേഷൻ പോലെ നോക്കിയിരിക്കുന്നതെന്നറിയോ? 1.5 മണിക്കൂർ 2 മണിക്കൂർ പികിതി കാണലാട്ടോ. പ്രകൃതി എത്ര കണ്ടാലും മതിയാവത്തില്ല. ഉള്ള പറപ്പുകളെയും പൂമ്പാറ്റകളും ബാക്കി ഇങ്ങനെ പക്ഷികളും നിറച്ച്, നമുക്ക് ചെടികൾ ഫ്രണ്ടിൽ നിൽക്കുന്നോണ്ട് നിറച്ച് പക്ഷികളും അത് ഇതൊക്കെ പറന്നു വരും. അതിനെല്ലാം നിരീക്ഷിച്ച് ആത്മസംതൃപ്തി കൊണ്ട് ഇങ്ങനെ ഇരിക്കൂട്ടോ. പിന്നെ ഡോഗ്സിനെ അഴിച്ചു വിടുമ്പോ അതിനെ പ്രലോഭിപ്പിക്കലാണ് പണി കേട്ടോ. ജനലേക്കടെ ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്നുള്ള മട്ടില്. നമ്മുടെ ഡോഗ്സിനാണെങ്കിൽ ഇതിനെ ഭയങ്കര വൈരാഗ്യ, കടിച്ചു കയറാൻ നടക്കുവാട്ടോ. ഉള്ള ജനലേക്കടെ എല്ലാം ചാടി കയറും പുറത്തുനിന്ന്. എന്നാലും ഇത് നമ്മളുടെ ധൈര്യമായിരിക്കും, അല്ലെങ്കിൽ ഇത് ജനലുണ്ടെന്നുള്ള ധൈര്യമായിരിക്കും. അതിന്റെ ചോട്ടിൽ പോയിട്ട് ഇതുപോലെ ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്നുള്ള വെല്ലുവിളിയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് മിലോയുടെ വിശേഷങ്ങൾ. അപ്പൊ ആക്ച്വലി ഇത് മിലോയുടെ ബെഡ്റൂമാണ്. നമ്മൾ പിന്നെ അതിന്റെ ഒരു അരികിൽ ചുരുണ്ടുകൂടി കിടക്കുന്നേ ഉള്ളൂ. അതൊക്കെയാണ്. ഞാൻ മിക്ക വീഡിയോയിലും മിലോയിനെ കൊണ്ടുവരാട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ആശാലിയും കരിഞ്ചീരകം ഹോർമോൺ ബാലൻസ് ആവാനും ഇമ്മ്യൂണിറ്റി കൂടാനും തടി കുറയാനും ഒക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ആശാലിയും കരിഞ്ചീരകം. നമ്മൾ സെയിലുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മിലോയുടെ വിശേഷങ്ങളിൽ നിന്ന് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് കിച്ചൺ ഐറ്റംസും കൂടി കുറച്ച് നമുക്ക് വീട്ടിലേക്കുള്ള പല പല സാധനങ്ങള്, എസ്പെഷ്യലി കിച്ചൺ, അങ്ങനെയുള്ള കുറെ ഐറ്റംസും കൂടി നമ്മൾ സെയിലിനിടുന്നുണ്ടെന്ന്. പ്രയോജനമുള്ള കുറച്ച് ഐറ്റംസ്. അപ്പൊ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു നാളെ നമ്മൾ കൊറിയർ വിടുന്നേ. അപ്പൊ ഇന്ന് കുറച്ചെടുത്തിട്ട് സ്ലിപ്പ് എടുത്തിട്ട് നമുക്ക് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കാം. നാളെ ഇതെനിക്ക് എല്ലാം കൂടി പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ആദ്യത്തെ കൊറിയർ നാളെയാണ് വിടുന്നത് കേട്ടോ. അപ്പൊ ഞാനോർത്ത് കുറച്ചിന്ന് പാക്ക് ചെയ്ത് വെക്കാം. അപ്പൊ അത്യാവശ്യം ജോലികളൊക്കെ തീർന്നു. ഏകദേശം സന്ധ്യ ആവാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്യാവശ്യം ജോലികളെല്ലാം തീർത്തു. അങ്ങനെ ഇന്നത്തെ കൊറിയർ ഓൾറെഡി അതിനു മുമ്പേ വന്ന സ്ലിപ്പുകളായിരുന്നു, അതെല്ലാം ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഇതെല്ലാം കുറച്ച് പാക്ക് ചെയ്ത് വെക്കാം. ബാക്കി നാളെ രാവിലെ, അല്ലെങ്കിൽ എനിക്ക് നാളെ കുറെ എണ്ണം വിടാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ റെഡി ആയിട്ട് വന്നാണ്. നമുക്കിതെല്ലാം പാക്ക് ചെയ്യാം. അപ്പൊ പിന്നെ അന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. അപ്പൊ അതും കൂടി ഞാൻ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികളാണ്. അതും കൂടി ഞാൻ ഇന്ന് കുറച്ച് സംഗതികളായിട്ട് കാണിക്കാം. ഒന്നിച്ചാകുമ്പോ വീഡിയോയുടെ ലെന്ത് കൂടി പോകും, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നേരെ പാക്കിംഗ് റൂമിലേക്ക് പോകാം. എന്നിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളോട് ഞാൻ ഇന്ന് കാണിക്കാം. പിന്നെ ഞാനത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇപ്പം നമ്മളുടെ അടുത്തുനിന്ന് കമേലിയ പ്ലാന്റ് മേടിക്കുന്നവരാണെങ്കിലും മണിമുല്ല പ്ലാന്റ് മേടിക്കുന്നവരാണെങ്കിലും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് അവരെ വീഡിയോ കിട്ടിയതിന്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചുള്ള കമന്റ്സ് എഴുതി വിടാറുണ്ട്. അപ്പൊ എനിക്കൊരു സമാധാനം കേട്ടോ. സേഫ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടി, ഒത്തിരി നല്ലതാണ്, പാക്കിങ് നല്ലതാണ്, സാധനങ്ങൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എന്റെ ഇന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം കേട്ടോ. അപ്പൊ അത് മറ്റുള്ളവർക്ക് അത് അവർക്ക് മനസ്സിലാകുമല്ലോ. അതിന് വേണ്ടിയിട്ട് അതെന്റെ റിക്വസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് കമന്റ് എഴുതിയിടണം, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ അത്യാവശ്യം കൊറിയറൊക്കെ പാക്ക് ചെയ്ത് വിട്ട്, പിന്നെ ഓടി നടന്ന് കുറെ ജോലികളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയാണ്. ഇന്നലെയൊക്കെ നമ്മള് കമേലിയ പ്ലാന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്ത് വെച്ചതെല്ലാം ഓർഡർ പോയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കൂടുതലും മണിമുല്ലയും കമേലിയയും ഓൾറെഡി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അതിന്റെ സീനുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കമേല ഇപ്പോഴും ആ നമ്മള് കളക്ട് ചെയ്യുന്ന നഴ്സറിയിൽ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. എന്നാൽ ആദ്യത്തെക്കാരും ഒത്തിരി പൂ കുറഞ്ഞു, സമയം കുറെ ആയല്ലോ. അങ്ങനെ എന്നാലും എന്ത് രസാ, റോസ് കളറും കൂടി നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സെയിലിന് വേണ്ടിയിട്ട്. കമേലിയന്റെ 2 കളറുണ്ട്. എന്ത് രസമാണ്, അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല, അത്രയും രസമാണ്. അപ്പൊ ഞാൻ അല്ലാതെ കുറച്ച് പുതിയ ചെടികളും കൂടി മേടിച്ചു. അപ്പൊ ഞാൻ കുറച്ച് ചെടികളും കൂടി പുതിയതായിട്ട് സെയിലിന് കൊണ്ടുവരുന്നുണ്ട്. മനോഹരമായ ചെടികളാണ്. പെട്രിയ എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ കോഞ്ചി എന്ന് പറയുന്നത്, എല്ലാം ക്രീപ്പർ പ്ലാന്റുകളാണ്. സുന്ദരി പ്ലാന്റുകളാണ്, നല്ല രസമുള്ള കളറുകളാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ നന്നായിട്ട് ഇടാം. അപ്പൊ ഇപ്പൊ നമുക്ക് നേരെ മഞ്ഞൾ റൂമിലേക്ക് പോകാം. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട്, സ്ലിപ്പെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 50-60 എണ്ണം നമുക്ക് ഇന്ന് പാക്ക് ചെയ്ത് വെക്കാം. ബാക്കി ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു 5 മണിക്കൊക്കെ എണീറ്റ് പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പാക്കിങ് തുടങ്ങും. അങ്ങനെ പാക്ക് ചെയ്താലാണ് നമുക്കൊരു 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് നാളെ കൊടുത്തു വിടാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് എന്റെ മാസ്റ്റർ പ്ലാൻ. നമുക്ക് നമുക്ക് മഞ്ഞൾ റൂമിൽ പോയിട്ട് ഞാൻ അത്യാവശ്യ സാധനങ്ങൾ, പുതിയ സാധനങ്ങൾ, കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളും കൂടി കാണിക്കാം. നിങ്ങൾക്കറിയാലോ, ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങൾ എടുക്കുന്നത്, അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ കാളുമ്പോഴൊന്നും ഞാനിങ്ങനെ എടുത്ത് നിങ്ങളോട് ഇത് മേടിക്കും എന്ന് പറയത്തില്ല. വളരെ നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന, ഞാൻ യൂസ് ചെയ്യുന്ന, എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കാര്യങ്ങളിലും മാത്രമുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്റെ കാറ്റലോഗ് ഒക്കെ നോക്കുമ്പോൾ. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികൾ കാണുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പൊ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, ഇതിന് മുന്നേ കണ്ട് ഞാൻ മേടിക്കുന്ന സമയത്ത്, എന്നിട്ട് ഞാൻ മേടിച്ച് ഉപയോഗിക്കുമ്പോഴും എന്ത് നല്ലതായിരുന്നു നമുക്ക് തോന്നുന്ന സാധനങ്ങളാണ് ഞാനാണെങ്കിലും സെയിലിന് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഗതികളും കൂടി ഞാൻ ഇന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ മഞ്ഞൾ റൂമിലേക്ക് പോകാം. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയായിരിക്കും നമ്മൾ അടുക്കളയിൽ കുക്കിങ്ങിന് കയറുന്നത്. അപ്പൊ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ സമയം പോകണേ നമ്മൾ അരിഞ്ഞു പെറുക്കിയായിരിക്കും. അപ്പൊ അതിന് പകരം നമുക്കൊരു ചോപ്പർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡ് കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മൾ അത്യാവശ്യം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ക്യാരറ്റ് ചിലപ്പോൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞ്, നമുക്ക് ഇപ്പൊ ക്യാബേജ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ഒക്കെ ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്കൊന്ന് ഹാൻഡ് കൊണ്ട് തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേപോലെയുള്ള ചോപ്പറുകൾ ഭയങ്കര ഉപകാരമായിരിക്കും അല്ലെ. അപ്പൊ അതിന് അത്യാവശ്യം വലുപ്പമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചോപ്പറാണിത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഈ ചോപ്പറിന് 3 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിടി, പിന്നെതാ ഇതിനൊരു അടപ്പ്, പിന്നെതാ ഇതിലൊരു ബ്ലേഡ്, ഇങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഈ ബ്ലേഡിന്റെ വലിയ വശം മുകളിലേക്ക്, ചെറിയ വശം താഴേക്ക്, ആ രീതിക്ക്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ രീതിക്ക് താഴേക്ക് ഇങ്ങനെ വെക്കുക. നമുക്ക് നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ എന്താണോ അരിയണ്ടേ ആ സാധനങ്ങൾ ഭയങ്കര വലിയ പീസല്ല, എന്നാ ഒരു സാമ്പാറിന്റെ ഒക്കെ പീസ് പോലെ ആ ഒരു രീതിക്ക് നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോൾ കഴുകിയെടുത്തിട്ട് ആ രീതിക്ക് നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ഇടുക. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ആ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകത്തില്ല. അങ്ങനെ ഇടുക, ആവശ്യത്തിനുള്ളത് അങ്ങനെ ഇടുക. അത് എന്നിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ അടപ്പെടുത്തിട്ട് അടയ്ക്കാം. പിന്നെ ഇത് കണ്ടോ, ഒരു ചെറിയൊരു നോബ് പോലെ, അത് കറക്റ്റ് ആയിട്ട് അതിലേക്ക് വെക്കുന്ന രീതിയിൽ അങ്ങ് പ്രസ്സാക്കല്ല അങ്ങ് വെച്ചാൽ മതി. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ ലോക്ക് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് ഉപയോഗം കഴിഞ്ഞ് എടുത്ത് വെക്കാൻ, ഈ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ താത്തി വെച്ചിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ, ആർട്ടിക്കല് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇതിൽ അങ്ങ് അൺലോക്ക് ചെയ്യുമ്പോൾ നല്ല സൗണ്ടിൽ ഇത് മുകളിലേക്ക് വരും കേട്ടോ. ഈ ഒരു ഇതിന്റെ ഒരു ഹാൻഡ് പമ്പ് അത് നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കഴുകി എടുത്ത് വെക്കാൻ നേരത്ത് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, ഭയങ്കര ബലമാട്ടോ ഇതിന്, ഇതങ്ങ് ലോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് കണ്ടോ ചെറുതായിട്ട് ഇരുന്നോളും. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് മതിയല്ലോ നമ്മുടെ കബോർഡിൽ. അതിന് വേണ്ടിയിട്ടാ ഉപയോഗിക്കാൻ നേരത്തെ ഇതങ്ങ് അൺലോക്ക് ചെയ്യുക. നല്ല ബലമാണ്, പേടിക്കരുത് കേട്ടോ. കണ്ടോ, അപ്പൊ ഇതന്നെ ഇതിന്റെ ഒരു സ്ട്രോങ് എന്തോരം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്രയും നല്ല സ്ട്രോങ് ആണ് ഈ ഒരു ഹാൻഡ് പമ്പ്. അങ്ങനെ അപ്പൊ നമ്മളത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. എന്തോരം നൈസായിട്ട് അരിയണോ അത്രയും നമ്മൾ പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇതായി ചോപ്പ് ചെയ്താൽ മതിയെങ്കിൽ 1-2 പ്രാവശ്യം അങ്ങനെ. അപ്പൊ അതങ്ങനെ പിന്നെ അൺലോക്ക് ചെയ്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് ഇത് വെച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് എന്തോരം നൈസായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഇങ്ങനെ ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്യുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നെ ചോപ്പ് ചെയ്താൽ മതിയെങ്കിൽ അതനുസരിച്ച് 2-3 പ്രാവശ്യം മാത്രം നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പൊ ജസ്റ്റ് ചോപ്പ് ചെയ്താൽ മതിയെങ്കിൽ ആ രീതിക്കായി. ഇനി നമുക്ക് നൈസായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും കുറച്ച് തവണയും കൂടി അങ്ങ്
പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നല്ല എളുപ്പമാണ്. ഇതിപ്പോ ഈ മേശ ഇച്ചിരി പൊക്കമായതുകൊണ്ടാണ് എനിക്ക് അത്രയും ഒരു സ്ട്രെങ്ത് എടുക്കാൻ പറ്റാത്ത. ഇതുണ്ടോ, നല്ല നൈസായിട്ട് അത് അരിഞ്ഞു കിട്ടി. നമുക്ക് കറക്കി ചേർക്കാനോ തോരൻ വെക്കാനോ ഏത് രീതിക്കാണെങ്കിലും നമുക്ക് ആ ഒരു രീതിക്ക് കിട്ടി. അപ്പൊ അതുപോലെ നമുക്കിപ്പോ തക്കാളി ആണേലും ഇതാണേലും എന്ത് വേണേ നമുക്ക് ഇതിനകത്ത് അരിഞ്ഞെടുക്കാം. അതാണ് ഇതിന്റെ ഒരു ഉപകാരം. ക്യാരറ്റും ഞാൻ അതുപോലെ തന്നെ ചോപ്പ് ചെയ്തു കേട്ടോ. അപ്പൊ ക്യാരറ്റൊക്കെ അത്യാവശ്യം നല്ല ബലം ഉള്ളതല്ലേ. അപ്പൊ ക്യാരറ്റും സവോളയും ഒക്കെ ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ല ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തും, ഇപ്പം നമുക്ക് ആപ്പിളോ അതുപോലെ സാലഡിന് അരിയുന്ന സാധനങ്ങളോ ബീട്രൂട്ടോ എന്തും നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാം. ക്യാരറ്റ് അത്യാവശ്യം നല്ല ബലം ഉള്ളതല്ലേ. ഉരുളൻകിഴങ്ങോ എന്ത് വേണേ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇത് സ്ട്രോങ് ആണ് നമ്മുടെ ഈ ഒരു ഉപകരണം, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം. അത്യാവശ്യം വലിപ്പമുണ്ട്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് പ്രയോജനമുള്ള മറ്റൊരു സാധനമാണ് ഈ കോക്കനട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്ന ഈ ഒരു കമ്പിപ്പാര എന്ന് പറയാം. ഇത് കണ്ടോ, ഇത് ഞാൻ എനിക്ക് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ചിരകിക്കൊണ്ടിരിക്കാൻ മടിയായിട്ടും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി എടുത്തിട്ട് നേരെ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി. നമുക്ക് തേങ്ങ ചരക്കിയ പോലെ തന്നെ ആയി കിട്ടും. എളുപ്പമാണ്. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. അതാ ഇതേപോലെ നല്ല മൂർച്ചയുള്ള കമ്പിയാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ മതി. ഇതുപോലെ നല്ല എന്താ പറയാ പീസായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ചില സമയത്ത് നമുക്ക് പായസത്തിന് അരിയാനും അങ്ങനെ പല പല പർപ്പസ് ഇല്ലേ നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഇത് ഭയങ്കര ഉപകാരം കേട്ടോ. ഇങ്ങനെ കുത്തി എടുക്കാൻ നല്ല സുഖമായിട്ട് എത്ര വലിയ തേങ്ങയാണെങ്കിലും എത്ര ചെറിയ തേങ്ങയാണെങ്കിലും ഇതുപോലെ ഇങ്ങ് കുത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇതെനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മേടിക്കാം. ഇതിലൊക്കെ ചെറിയ നിസാര പൈസകളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മേടിച്ചു നോക്കാം. നല്ല എന്താ പറയാ കമ്പിയാണ്, സ്റ്റീലിന്റെ റോഡാണ്. അതുകൊണ്ട് നല്ല ഉപകാരമാണ്. അപ്പൊ ഇതിവിടെ മാറ്റി വെക്കട്ടെ. ഇത് നല്ല ഉപകാരമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോരെട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരമുള്ള കേട്ടോ. നമുക്ക് ഈ ടിന്നൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സോഡ കുപ്പിയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കൊണ്ടുവരുന്ന നമ്മുടെ തക്കാളി സോസിന്റെ ഒക്കെ ഇതിങ്ങ് പൊട്ടിക്കല് ഭയങ്കര റിസ്ക് അല്ലേ. നമ്മള് വീട്ടമ്മമാർക്ക് കത്തിയൊക്കെ എടുത്തോണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിയുള്ളൂ. അതിനെപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഇതുപോലെ ടിന്ന് പൊട്ടിക്കാൻ ഉള്ള ഈ ഒരു സാധനം വേണമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് നമുക്കിപ്പോ ടൈറ്റ് ആയി പോയ ഒരു കുപ്പി തുറക്കണമെങ്കിൽ അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് പിരിച്ചെടുക്കാം. അങ്ങനെ രണ്ട് പർപ്പസ് ഇതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഉപകാരം ഉണ്ടാവും നിങ്ങൾക്ക്. ഇത് മേടിച്ചു വെച്ചോ. നമുക്ക് വീട്ടിലൊക്കെ ഒരാൾ പെട്ടെന്ന് വന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി ഒരു സ്ട്രോ ഇട്ട് കൊടുക്കണം. അന്നേരം നമ്മൾ തപ്പിയാൽ നമുക്ക് സ്ട്രോ ഒന്നും കണ്ടെന്ന് വരില്ല. എന്നാൽ ഇങ്ങനത്തെ സ്റ്റീലിന്റെ സ്ട്രോ ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ ലോങ് ടൈം ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറെ കരിക്കുണ്ട്, തേങ്ങയുണ്ട്, തെങ്ങുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കരിക്ക് വെട്ടി കുടിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ കഴുകി എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പയിലേക്ക് ഇട്ട് വെച്ച് അടച്ചു വെക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു പൊടിയോ ഇതൊന്നും ആവത്തില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്തിട്ട് വീണ്ടും കഴുകി എടുത്ത് വെക്കാം. സ്റ്റീലിന്റെ നല്ല അടിപൊളി സാധനമാണ്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഇത് പിന്നെ കുറെ പേര് പിടിച്ചിട്ടു എന്റെ അടുത്തുനിന്ന്. കറണ്ടിൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് പിന്നെ ചാർജ് കുത്തൊന്നും വേണ്ട, അതിൽ ഓൾറെഡി ചാർജ് ആകും. കുറെ നാളത്തേന് നമുക്ക് പിന്നെ ഇത് ഈ ലൈറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 3 വർഷം 4 വർഷം വരെ നമുക്ക് ഈ ഒരു സെയിം ലൈറ്റർ നിസാര വിലയ്ക്ക് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് യൂസ് ചെയ്യായിരിക്കും. ഞാൻ 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, അടിപൊളിയാണ്. വല്ലപ്പോഴും ഒന്ന് ചാർജ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് നിസാര കറണ്ടി ആവത്തുള്ളൂ. അടിപൊളിയാണ്, നല്ല എളുപ്പമാണ്. നമുക്ക് പിന്നെ എന്താ മാച്ച് ബോക്സ് തപ്പി നടക്കണ്ട, ലൈറ്റർ തീർന്നു പോകുന്നു പേടിക്കണ്ട. അങ്ങനെയൊക്കെയാണ്. ഇത് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നല്ല സ്റ്റാൻഡേർഡ് ഡിന്നർ പ്ലേറ്റ് ആണ്. ഇത് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു അതെന്താ ഫൈബർ എങ്ങാനാണ് നിങ്ങൾ കാണിക്കുന്നത്. ഫൈബർ അല്ല, ഇത് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെലാമിനോ അങ്ങനെയുള്ള ആ ഒരു ഫുഡ് ഗ്രേഡ് പാത്രമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഞാനൊക്കെ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കറികളും എടുക്കാം, ചോറും എടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയും കറിയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അടിപൊളിയാണ്. നല്ല സ്റ്റാൻഡേർഡ് ഡിന്നർ പ്ലേറ്റ് ആണ്. എല്ലാവരും ഇത് മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ സ്നാക്ക് പ്ലേറ്റ് പരിചയപ്പെടുത്തിയായിരുന്നല്ലോ, അത് ഒത്തിരി പേര് മേടിച്ചു. ഇതാ ഡിന്നർ പ്ലേറ്റ് ആണ്. അടിപൊളിയാണ്. ഫുഡ് ഗ്രേഡും എല്ലാം സേഫ്റ്റി ഉള്ളതാണ്. മെലാമിന്റെ ആണ് ഇത് സംഭവം കേട്ടോ. ഫൈബറും കുന്തോന്നും അല്ലേ, ഫുള്ളി 100% ഫുഡ് ഗ്രേഡ് ആണ്. അടിപൊളിയാണ് കേട്ടോ.
ഇതെന്റെ കൂട്ടുകാരെ നിങ്ങൾ എന്തായാലും മേടിക്കണം കേട്ടോ. പൊട്ടാറ്റോ ഇങ്ങനെ നല്ല ഷേപ്പില് നമുക്ക് ബർഗറിന്റെ ഒക്കെ കൂടെ നമ്മൾ പുറമേന്ന് പോകുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ നല്ല ചിപ്സ് കിട്ടത്തില്ലേ, നല്ല ഷേപ്പില് അടിപൊളിയായിട്ട് ഇതിലുണ്ടാക്കാം കേട്ടോ. അശ്വിന് ഇപ്പൊ ഇതിന് ക്രേസ് ആണ്. ഇത് ഞങ്ങൾ കുറെ നാൾ മുമ്പ് മേടിച്ചേ, പിന്നെ എപ്പോ നോക്കിയാലും അവന് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കലാണ് കേട്ടോ. ഇതിലിങ്ങനെ ഇപ്പൊ എളുപ്പമാണല്ലോ, എന്റെ സേവനം ആവശ്യമില്ലല്ലോ. അവന് തന്നെ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് പുള്ളി തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് വാരിയെടുത്ത് നേരെ ഫ്രൈ ചെയ്യും. അടിപൊളി ടേസ്റ്റിൽ തക്കാളി സോസും കൂട്ടി കഴിക്കാൻ അങ്ങനെ സ്നാക്കായിട്ട് അടിപൊളിയാണിത്. നിങ്ങൾക്കറിയാലോ ഞാൻ എന്തായാലും നിങ്ങൾ ചതിക്കുന്ന പ്രോഡക്റ്റ് ഒന്നും എന്താ പറ്റിയ പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് എന്തായാലും തരത്തില്ല നിങ്ങൾക്ക് അറിയാലോ. അപ്പം അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും മേടിച്ചോളൂ. ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഒരു തരം വളരെ എളുപ്പമാണ്. പൊട്ടാറ്റോ നമ്മള് പിന്നെ എന്താ തൊലി കളഞ്ഞിട്ട് ഇതിന്റെ മുകളിലേക്ക് വെക്കുക. ജസ്റ്റ് ഇത് വെച്ചിട്ട് അങ്ങ് താഴെ അമർത്തുക. അടിപൊളിയായിട്ട് ഇതിന്റെ അടിയിലേക്ക് നല്ല ഷേപ്പില് അടിപൊളിയായിട്ട് വീണിരിക്കും. ഒരേ ഷേപ്പിൽ ഒരേ കനത്തില് വറുത്തെടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. ഇതെന്തായാലും മേടിക്കണം കേട്ടോ നിങ്ങള്. അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ബുദ്ധ സ്പൂൺ എന്നാണ് ഇതിന് പറയുന്നതിന്റെ പേര് തന്നെ. നല്ല മുളയുടെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സ്പൂണുകളാണ് കേട്ടോ. ഞാൻ ഇത് ലോങ് ടൈം ആയിട്ട് ചിയാ സീഡിലും പിന്നെ ചായപ്പൊടിയിലും പഞ്ചസാര എടുക്കാനും എല്ലാം എടുക്കാൻ ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ആശാളിയരി കരിജീരകം, നമ്മുടെ ആശാളിയരി കരിജീരകം ഇട്ട് വെച്ചേക്കുന്ന ഡപ്പയിലും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന ഇതാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. മുളയുടെയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതിൽ എത്ര ഉണ്ട്? 6 ഉണ്ട് കേട്ടോ. 6 നിസാര വിലയുള്ളൂ. 6 ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ പാത്രങ്ങളും ഇട്ട് വെക്കാൻ തേക്കും. 1-2 പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ എല്ലാത്തിലും നമുക്ക് തേക്കും. അടിപൊളി സ്പൂണാണ്, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിപ്പോ എന്റെ അടുത്ത് നിന്ന് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കമ്മലൊക്കെ ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ? തെർമോക്കോൾ ഇല്ലേ, തെർമോക്കോളിന്റെ ചെറിയൊരു പീസാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒരേ ചതുരത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ജോഡി കമ്മലുകൾ കളർ അനുസരിച്ച് ഇതിന്റെ മുകളിൽ എഴുതും, വയലറ്റ്, റെഡ് എന്ന് ഓരോ ബോക്സിന്. അങ്ങനെ ഞാൻ എല്ലാത്തിനും. എന്നിട്ട് ഇപ്പൊ വയലറ്റിന്റെ അടി വയലറ്റ് എല്ലാം ഇതിനകത്ത് അറേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സ് ഒരേ ട്രേ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് വയലറ്റ് ട്രേ, അത് മാറ്റി വെച്ചു. ഇനി റെഡ് ട്രേ വേണമെങ്കിൽ അടുത്ത ട്രേ എടുത്തു. മുകളിൽ എഴുതിയിട്ടുണ്ടാവും, റെഡ് എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഓരോ കള്ളിന്ന് നമുക്ക് ഓരോ ജോഡി കമ്മല് അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. കമ്മൽ ബോക്സ് ആണ്, വൈറ്റ് കമ്മൽ ബോക്സ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പില്. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. ഒത്തിരി ഉപകാരമുള്ളതാണ്, മേടിച്ചോളൂ കേട്ടോ. എന്റെ ബെഡ്റൂമിന്റെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ കുറെ ബോക്സുകൾ. അടിപൊളിയാണ് കൂട്ടുകാരെ. കൺമഷി ഇട്ട് വെക്കാം, ഐലൈനർ, എന്തൊക്കെ വേണോ നമ്മുടെ ബ്യൂട്ടി സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാം. ഞാൻ ക്യൂടെക്സ് മുതൽ എല്ലാ സാധനവും ഫേസ് ക്രീമുകളോ എന്ത് വേണേ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം. ലിപ്സ്റ്റിക്, ലിപ് ബാം എല്ലാം ഇട്ട് വെക്കാം. അടിപൊളിയാണ്. കുറേ സ്പേസും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതെന്തായാലും മേടിച്ചോളൂ കേട്ടോ. ഈ വലിച്ചിങ്ങനെ പുറത്തോട്ട് പോകത്തൂല. ഇങ്ങറ്റത്തെത്തുമ്പോ അങ്ങ് സ്ട്രക്കായി നിന്നോളൂ. അടിപൊളിയാണ്, നല്ല മഴവില്ലിന്റെ കളറില്. ഇത് എല്ലാരും മേടിക്കുന്നുണ്ട്. ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡിഷ് എല്ലാരും മേടിക്കുന്നുണ്ട്. ഒത്തിരി നമുക്ക് ഓർഡർ വന്നേക്കുന്ന സാധനം. ഇതെന്ന് വെച്ചാൽ സ്പില്ലായി പോകത്തില്ല. ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ അടിയിലാണ് സോപ്പ് സൊല്യൂഷൻ മുഴുവൻ കിടക്കുക. മുകളിൽ ഇതിന്റെ ഈ സ്പഞ്ച് ഇട്ട് വെക്കുകയും ചെയ്യാം. നല്ല ടൈറ്റ് ഫിറ്റ് പാത്രം, സ്പില്ലായി പോകത്തില്ല. അടിപൊളിയാണ് കേട്ടോ. ഓയിൽ ഒഴിച്ചു വെക്കുന്ന സ്റ്റീലിന്റെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയില്. നോബും ഉണ്ട്, ഫുള്ളി സ്റ്റീലുമാണ്. കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചു വെക്കാൻ അടിപൊളിയാണ്. ഇതെന്തായാലും മേടിച്ചോളൂ. ഒത്തിരി പേര് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സ്ട്രെയിനർ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രെയിനർ അത്രയും നല്ലതാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. തുരുമ്പെടുക്കത്തില്ല, വളരെ ഈസിയാണ് ക്ലീൻ ചെയ്ത് വെക്കാൻ. ഒരു തരം മസ്ലിംഗ് ക്ലോത്ത് ആണ്, പോകത്തേയില്ല. ഇവിടുന്ന് ഒരിക്കലും വിട്ടു പോകത്തില്ല. ഞാൻ 2.5 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. നൈസ് ആയിട്ടുള്ള, നൈസ് എന്ന് വെച്ചാൽ അത്ര മൈക്രോ ഹോളാണ് ഇതിനകത്ത്. അപ്പൊ നന്നായിട്ട് ചണ്ടി ഒന്നുമില്ല, നമുക്ക് അരിച്ചു കിട്ടിയ സംഭവം. അടിപൊളിയാണ്. ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ വെജിറ്റബിൾ ബാഗ്. അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലതായി ദൂരം ഇതിനകത്ത് കൊള്ളുമെന്ന് നോക്കിയേ. 2 ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഷോപ്പിംഗ് കഴിയും. അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. ക്ലോത്തിന്റെ ആണ്, റീവാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കണേ. അതിന്റെ കൈപ്പിടിയാണെങ്കിൽ ഇതേ നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോത്ത് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. മൊത്തം അടിപൊളി സാധനമാണ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഇത് ലിമിറ്റേ ഉള്ളൂ. നമുക്ക് ഇതിൽ കൂടുതൽ എനിക്കത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓൾറെഡി. അപ്പൊ ഇത് ലിമിറ്റഡ് ആണ് എന്റെ സ്റ്റോക്ക്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ. എല്ലാവരും ഓൾറെഡി ഓർഡർ തന്ന് തീരാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മൈക്രോ ഫൈബർ ഉണ്ടല്ലോ, കിച്ചണിലും ബാത്റൂമിന്റെ മുമ്പിലും ഒക്കെ ഇടാൻ പറ്റുന്ന, അതിന്റെ കുറെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് വൈകുന്നേരം ഇപ്പൊ അച്ഛനെ കൊണ്ട് സ്ലിപ്പ് എടുപ്പിക്കണം. കുറെ ഓർഡർ വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാവേ, എന്നാലും നിങ്ങൾക്ക് അത് വിശ്വാസമാവുള്ളൂ. അത് അത്രയും നല്ലതാ.
സൂപ്പർ സാധനം. അതായത് എന്തോ ഒരു വെള്ളമാണെങ്കിലും അത് അബ്സോർവ് ചെയ്യും. അതിന്റെ അടിവശം നല്ല റബ്ബർ നല്ല ഗ്രിപ്പും ഉണ്ട്. മോൾ വശത്ത് എന്തോ ഒരു വെള്ളം ബാത്റൂമിൽ നിന്ന് നമ്മൾ ചവിട്ടി അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ പിന്നെ വാഷ് ചെയ്യുന്ന ഏരിയയിലൊക്കെ ഇടുവാണെങ്കിൽ വാഷ് ബേസിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വെള്ളമൊക്കെ നിലത്തോട്ട് ഊർന്നു പോയാൽ അതിനകത്ത് മേത്തേക്ക് വീണാൽ അബ്സോർവ് ചെയ്യും. ഞാൻ ഒന്ന് കാണിച്ചു തരാവേ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് എന്തോ ഒരു പ്രയോജനം ഉണ്ടെന്ന്. ഒത്തിരി മേടിക്കുന്നുണ്ട് എല്ലാവരും, കാണിച്ചു തരാം. ഇപ്പൊ ഇത് കണ്ടോട്ടോ, നല്ല മൈക്രോ ഫൈബറിന്റെ ചവിട്ടിയാണ്. ഇതിന്റെ ബാക്ക് സൈഡ് നല്ല റബ്ബറാണ്, നല്ല ഗ്രിപ്പും ഉണ്ട് അതിന്. ഇവിടെ കണ്ടോ നല്ല മൈക്രോ ഫൈബർ. ഇപ്പൊ ഈ റെഡിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അബ്സോർവ് ആവുന്ന ക്യാമറ പിടിക്കുമെന്ന് ഓർക്കും. കണ്ടോ, പിടിക്കുന്നുണ്ടോ ആവോ? ഇത് കണ്ടോ, ഇതിലേക്ക് അബ്സോർവ് ആവുന്നുണ്ടോ? കണ്ടോ, അബ്സോർവ് ആവുന്നുണ്ടോ? സാധാരണ റബ്ബറിന്റെ മുകളിൽ വീണ അങ്ങ് തെന്നി നിലത്തോട്ട് ഊർന്ന് വീഴത്തില്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. ഇനിയിപ്പോ നമുക്ക് നീല സ്ഥലത്ത് ഒഴിക്കാവേ. ഇത് കണ്ടോ, അബ്സോർവ് ആവുന്നുണ്ടോ? നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ, അബ്സോർവ് ആവുന്നുണ്ടോ കൂട്ടുകാരെ? പടർന്ന് അബ്സോർവ് ആവുന്നുണ്ടോ? അങ്ങനെയാണ്. കണ്ടോ, ഇപ്പൊ കണ്ടോ, വെള്ളം വീണാല് അതെല്ലാം അതിൽ അബ്സോർവ് ആവും. എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കാം. ബാക്ക് സൈഡിൽ ഒന്നും ആയിട്ടില്ല, റബ്ബറാണ്. കണ്ടോ, ഇത് ഫുള്ള് ഇതിനകത്ത് മൈക്രോ ഫൈബറിൽ അബ്സോർവ് ആവും. അതുകൊണ്ട് എന്ത് വേണ്ടു കിച്ചണിലും ബാത്റൂമിന്റെ മുമ്പിലും ഒക്കെ നമുക്കിത് സുഖമായിട്ട് ഇടാം. അതായത് വെള്ളം എല്ലാം അബ്സോർവ് ആയി. കണ്ടോ, ഇത് കണ്ടോ, ഒന്നുമില്ല. ഇത് കണ്ടോ, തുടച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഒന്നുമില്ല, വെള്ളം എല്ലാം അബ്സോർവ് ആയി. എന്നാ ഇതിന് ഞാൻ ലോങ് ടൈം ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. സ്മെല്ലൊന്നും പിടിക്കുന്നില്ല, അടിപൊളിയാണ്. പിന്നെ ചെളിയായിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി, അടിപൊളിയായിട്ടിരിക്കും. അതാണ് മൈക്രോ ഫൈബർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടല്ലോ കൂട്ടുകാരെ, ഇനി ഞാൻ ചടുപടോ നല്ല പാക്ക് ചെയ്ത് വെക്കട്ടെ. മൈക്രോ ഫൈബർ ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആണ്. പൊട്ടാറ്റോ ചിപ്സ് അതാണെങ്കിലും നല്ലതാണ്. വെജിറ്റബിളിന്റെ ഓരോ സാധനം അടിപൊളിയാണ്. കൂടുതൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരും. ഞാൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. പ്രയോജനമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടമ്മമാർക്ക്, ലേഡീസിനൊക്കെ. അപ്പൊ അങ്ങനെയാണ്. ഇനി ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ വിശേഷങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇനി വേഗം പാക്ക് ചെയ്യട്ടെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അപ്പൊ ഞാൻ ഇനി വേഗം പാക്ക് ചെയ്യട്ടെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും കമന്റ് വേണം, ലൈക്ക് വേണം കേട്ടോ. നിങ്ങൾ എന്റെ ഇത് പ്രൊഡക്റ്റ് മേടിച്ചവരാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേഗം പാക്ക് ചെയ്യട്ടെ. ഇന്ന് നമുക്ക് പറ്റിയ ഞാൻ നാളെ വീഡിയോ ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വേഗം പാക്കിങ് തുടങ്ങട്ടെ കേട്ടോ. ഒത്തിരി പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സ്ലിപ്പ് എല്ലാം നമുക്ക് അശ്വിൻ രാത്രി എടുത്തു തരും. എന്നിട്ട് പിന്നെ നാളെ രാവിലെ ഞാൻ പാക്ക് ചെയ്യും. ഒരു 100 എണ്ണമൊക്കെ ഒരു ദിവസം അവർ സമ്മതിക്കുള്ളൂ കേട്ടോ കൊണ്ടുപോകാന്. അപ്പൊ ഞാൻ അടുത്ത് ഒരു 10, 40 അല്ലെങ്കിൽ ഒരു 50 എണ്ണം ഇപ്പൊ പാക്ക് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളത് നാളെ എന്നിട്ട് പാക്ക് ചെയ്ത് വെക്കാമെന്ന് ഞാൻ ഓർക്കും. അപ്പൊ ഞാൻ എല്ലാ അഡ്രസ്സും കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒത്തിരി സാധനങ്ങൾ എല്ലാവരും ഓർഡർ തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റുകളും ഹെൽത്ത് പ്രോഡക്റ്റുകളും അതുപോലെ ഇപ്പൊ കിച്ചൺ ഐറ്റംസും കൂടി വന്നുകൊണ്ട് വീട്ടമ്മമാർക്ക്, ലേഡീസിന് ഒത്തിരി ഉപകാരമാണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ, നല്ല സാധനങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഓർഡർ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. ബോഡി മോയ്സ്ചറും ബ്യൂട്ടി ഓയിലും എല്ലാം മേടിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. ജെന്യുവിനായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതുകൊണ്ടും ഒക്കെ നല്ല. പിന്നെ നമ്മൾ അതിൽ ഒരു മായവും ചേർക്കാതെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി നമുക്ക് കൊടുക്കാം, പേടിക്കണ്ടല്ലോ. നമ്മൾ കാരണം ആർക്കും ഒരു ദ്രോഹം വരും, അല്ല ഒരു നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം വരും പിന്നീട് എന്നുള്ള ഒരു പേടിയില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റുകളായതുകൊണ്ട് ഒന്നിലും നമ്മൾ കെമിക്കലൊന്നും ആഡ് ചെയ്യാതെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ വിജയം. കസ്തൂരി മഞ്ഞളാണെങ്കിലും രക്തശാലി ഫേസ് പാക്ക് ആണെങ്കിലും ഒക്കെ അടിപൊളി പ്രൊഡക്റ്റുകളാണ്. എല്ലാ ആയുർവേദ മരുന്നുകളും കാര്യങ്ങളും മാത്രമായിട്ടാണ്. കുരുമഞ്ഞളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, മുഖത്തിന്റെ ഒക്കെ ഗ്ലോയിന്ന് കൂടാന്, മുഖക്കുരു നന്നായിട്ട് കുറയാന്, പിഗ്മെന്റേഷൻ കുറയാന് ഒക്കെ അടിപൊളി സാധനമാണ്. അപ്പൊ അതെല്ലാം മേടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരൂ. അപ്പൊ ഞാൻ കാറ്റലോഗ് ഒന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കാറ്റലോഗിൽ കയറി നോക്കിയോ, അല്ലെങ്കിൽ ഞാൻ കാറ്റലോഗിന്റെ ലിങ്ക് ഇട്ട് തരാം. എന്നിട്ട് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ പറയുക, എന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ, എന്ത് വേണേ ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെടികളൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. പെറ്റ്സ് ചെടികൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമുക്ക് എന്താ പറയാ, നമ്മൾ അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ ചെടികളും അതുപോലെ പെറ്റ്സും ഒക്കെ നമുക്ക് ഒത്തിരി ഹോർമോണിനെ നമ്മൾ ബാധിക്കുന്നുണ്ട്, ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ പോലും അറിയാം നമ്മുടെ ഹോർമോൺ ബാലൻസ് ആവും, നമ്മുടെ മനസ്സിൽ സന്തോഷം അറിയും.
അപ്പൊ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, നമ്മുടെ സൗന്ദര്യം കൂടും, എന്താ പറയാ, ദുഃഖം കുറയും. അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലേ? ഇപ്പൊ നമ്മൾ പുറമെ കാണുന്നവരൊന്നും ആയിരിക്കത്തില്ല എല്ലാവരും, അല്ലെ? ചിരിച്ച് സന്തോഷം നടക്കുന്നവരുള്ളിൽ എന്തെങ്കിലും കുറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെയാണ് പല പല പ്രശ്നം. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ സ്നേഹക്കുറവായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ, ചില നശൂല ബന്ധുക്കൾ എല്ലാത്തിലും ഇടപെട്ടിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളില്ലേ? അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. അങ്ങനെയൊക്കെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ. അപ്പം എല്ലാ ദിവസവും നമ്മൾ ദുഃഖങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹെൽത്തിനെ കാർന്ന് തിന്നും. നമ്മുടെ ഡിപ്രഷനിലേക്ക് പോയാൽ ഡിപ്രഷന്റെ എന്നെ പറയുന്നത് ഡെത്താ എങ്ങനെ നോക്കിയാലും. അപ്പം അതിന് കരകയറാൻ നോക്കാം എങ്ങനെയെങ്കിലും. അപ്പം ഡീപ്പ് ഡിപ്രഷനിലേക്ക് ഒന്ന് പോയി എനിക്ക് പോലും അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും മിക്കവർക്കും നമുക്ക് ഒരു ദുഃഖം, നിരാശ, വിഷമം, അങ്ങനെയൊക്കെ കാരണമില്ലാത്തൊരു വിഷമം, അങ്ങനെയൊക്കെ അതൊക്കെ സ്റ്റാർട്ടിങ്. പിന്നെയാണ് ഡീപ്പ് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മളെ കെയർ ചെയ്യുക, എല്ലാ രീതിക്കും. അപ്പം സെൽഫ് കെയർ എന്ന് പറയുന്നത് അതിലെല്ലാം പെടും. ചെടികളൊക്കെ മേടിച്ച് നടുക, പെറ്റ്സിനെ വളർത്തുക, അങ്ങനെയെല്ലാം. അപ്പൊ അതിലെല്ലാം പെടും. ചെടികളൊക്കെ മേടിച്ച് വളർത്തുക, അതിലൊക്കെ സന്തോഷിക്കാം, നമ്മളത് അതിനെ കെയർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ പെറ്റ്സിനെയൊക്കെ മേടിക്കാം, അങ്ങനെയൊക്കെ. അതിനെ കെയർ ചെയ്യുമ്പോഴും ഒക്കെ എന്തോ ഒരു വ്യത്യാസം വരും നമ്മുടെ ഹെൽത്തിന് അറിയുമോ? അപ്പൊ ഇത്രയും നമുക്ക് അയക്കാനുണ്ട്. ഇതതിന്റെ എന്റെ പോർഷനാ. അത് ഇല്ലാത്തതാ, അഡ്രസ് ഇല്ലാത്തതാ. നമ്മുടെ അഡ്രസ് മാത്രമേ അതിലുള്ളൂ. ഇത്രയും നമുക്കിപ്പോ പാക്ക് ചെയ്ത് വെക്കണം. ബാക്കി എന്നിട്ട് രാത്രി പിന്നെ അശ്വിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് നാളെ രാവിലെ നമുക്ക് പിന്നെ പാക്ക് ചെയ്യാം. അപ്പൊ അത് എന്തോ ഒരു പ്രോഡക്റ്റുകൾ ഓരോരുത്തരും മേടിക്കുന്നതെന്നറിയോ? നമ്മുടെ രിഷ തിരുവനന്തപുരത്ത് നിന്ന് ഷാമ്പു ഒരെണ്ണം, കമ്മൽ ബോക്സ് വൈറ്റ് ഒരെണ്ണം, മോയ്സ്ചർ. പിന്നെ ഷംല കൊല്ലത്ത് നിന്നാണ് മോയ്സ്ചർ, ലിപ്പാമ്, കറിമഞ്ഞൾ 1 കിലോ. PS ജോർജ് വയനാട് തന്നെയാണ്. കോഡ് 46 നമ്മുടെ നൈറ്റി ആണ്. അത് ലിപ്സ്റ്റിക്, പിങ്ക്, ലിപ്പാമ്, വെട്ടിവർ റൂട്ട് പൗഡർ എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണ്. പിന്നെ ബോഡിയിലൊക്കെ കുളിച്ചിട്ട് ഇച്ചിരി തേച്ചിട്ടുണ്ട്, നല്ല സ്മെല്ല്, ഒരു ഡിവൈൻ സ്മെല്ലാണ്. മോയ്സ്ചർ 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. റാഡിൻ കെ മഞ്ചേരി, കേരള, മലപ്പുറം. അവിടുന്ന് പിങ്ക് ലിപ്സ്റ്റിക് 2 എണ്ണം. ജിഷ മോയ്സ്ചർ, പ്രസന്ന കസ്തൂരി മഞ്ഞൾ, ഹണി 1 കിലോ, മോയ്സ്ചർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും. ദീപ്തി റോബിൻ കസ്തൂരി മഞ്ഞൾ. പിന്നെ ശീലാക്കുറുപ്പ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളുണ്ട്, വാളംപുളി 1 കിലോ ഉണ്ട്, കറിമഞ്ഞൾ 1 കിലോ ഉണ്ട്. പിന്നെ ശശികല, അത് ഇവിടുന്ന് ഇടുക്കിന്ന് ലിപ്പാമും ഹണിയും 1 കിലോ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര വലിയ ഓർഡറാണ്. സെയിലിഷ് അബ്രഹാം എന്നാണ് പേര്, സെയിലേഷ് അബ്രഹാം. ഓക്കെ, കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളി, സെയിലേഷ് അബ്രഹാം. എന്തൊക്കെയാണോ? ഫേസ് വാഷ്, മോയ്സ്ചർ 2 എണ്ണം, ഹെയർ ഓയിൽ 2 എണ്ണം, കസ്തൂരി മഞ്ഞള്, പിങ്ക് ലിപ്സ്റ്റിക്, റെഡ് ലിപ്സ്റ്റിക്, ബ്യൂട്ടി മസാജ് ഓയിൽ, ഫേസ് പാക്ക്, ഗീ 1 കിലോ, മില്ലറ്റ് 1 കിലോ, പപ്പായ 2 എണ്ണം, ക്രാക്ക് ബാം, വെജിറ്റബിൾ ബാഗ്, പിന്നെ റൈസ് സ്റ്റെയിനർ. അത് ഞാൻ കാണിച്ചു തരാവേ. വെജിറ്റബിൾ ബാഗും അത് ഞാൻ കാണിച്ചു തരാവേ. വെജിറ്റബിൾ ബാഗ് അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലതായി എന്തോരം ഇതിനകത്ത് കൊള്ളൂ നോക്കിയേ. 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഷോപ്പിംഗ് കഴിയും. അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. ക്ലോത്തിന്റെ ആണ്, റീവാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കണേ ഇതാണ്. പിന്നെ എന്താ പറയുന്നത്, പിടി. അതിന്റെ കൈപ്പിടിയാണെങ്കിൽ ഇതേ നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോത്ത് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. മൊത്തം അടിപൊളി സാധനമാണ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഇത് ലിമിറ്റേ ഉള്ളൂ. നമുക്ക് ഇതിൽ കൂടുതൽ എനിക്കത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓൾറെഡി. അപ്പൊ ഇത് ലിമിറ്റഡ് ആണ് എന്റെ സ്റ്റോക്ക്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ. എല്ലാവരും ഓൾറെഡി ഓർഡർ തന്ന് തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി ഞാനും അച്ഛനും കൂടി ഇത് കുറെ പാക്ക് ചെയ്ത് വെച്ചു. ബാക്കി സ്ലിപ്പുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാന്നായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ അത് നടന്നില്ല. രാവിലെ കുറെ കാര്യങ്ങളുമായിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം പോയി. അപ്പൊ ഇനി പാക്കിങ്ങുമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ ഞാൻ എടുത്തു വെച്ച ബാക്കിയുള്ള ഒരു 50-60 സ്ലിപ്പും കൂടി ഉണ്ട്. ഇന്ന് പാക്ക് ചെയ്യാവുന്ന പ്ലാൻ ഇട്ടിരുന്നത്. അത് ഞാൻ നാളത്തേന് മാറ്റി വൈകുന്നേരം പാക്ക് ചെയ്യണം. ഇപ്പൊ ഇത് ഇതുമായിട്ട് നമ്മൾ പോവാണ്. ഇതുപോലെ കുറെ നമുക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുണ്ട്. അപ്പൊ അത് ഞാൻ എടുത്തിട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഏരിയയില്. അപ്പൊ അത് പെട്ടെന്ന് കൊണ്ട് കൊടുത്തില്ലേ പോസ്റ്റ് ഓഫീസിൽ ഒരു 2 മണി വരെയൊക്കെ അവരത് സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ പോവാണ്. ഇനി നാളത്തേനും ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഇതിലൊക്കെ ഒത്തിരി സാധനങ്ങൾ വീതമുണ്ട്. പിന്നെ ചെടിയൊക്കെ പാക്ക് ചെയ്ത് അതും നമ്മുടെ ഈ സാധനമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പോകും. അങ്ങനെയാണ് സംഭവിച്ചത്. രാവിലെ പാക്കിങ് നടന്നില്ല. എങ്ങനെയൊക്കെയാണ്. അപ്പം ഇനിയിപ്പോ നമ്മൾ നേരെ പോകട്ടെ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മളുടെ ഒരു ദിവസമല്ല, ഇപ്പൊ 2 ദിവസമായി, ഇന്നലെ ഇന്നുമായിട്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും കൊറിയറും ഒക്കെ നടക്കുന്നത്. ഒത്തിരി പ്രൊഡക്റ്റുകൾ എല്ലാവരും പിന്നെ ഓർഡർ തരുന്നുണ്ട്. രാവിലെ ഞാൻ താമസിച്ചു പോയതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജ് കിടക്കുന്നു. അപ്പൊ അത് നോക്കിയിരുന്ന് കുറെ സമയം പോയി. പിന്നെ എല്ലാവർക്കും പെറ്റ്സിനൊക്കെ തീറ്റ കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളും കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് സമയം പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ വന്നപ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഇന്ന് പാക്കിങ് നടക്കാത്തത്. അപ്പൊ ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട്. അത് പക്ഷെ സന്തോഷം.
ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ് അല്ലേ, അത് എല്ലാവർക്കും ഭയങ്കര ഉപകാരമല്ലേ. അങ്ങനെയൊക്കെ ഇനിയും നമുക്ക് കുറെ ഐറ്റംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനുണ്ട്. ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ പതുക്കെ ഞാൻ സമയം പോലെ ഓരോ വീഡിയോയിൽ എടുത്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളിപ്പോ നേരെ ഇതെല്ലാം നമ്മുടെ കൊറിയർ ബാഗിലാക്കിയിട്ട് നേരെ കൊണ്ടുപോവാണ്. കൊടുത്തിട്ട് പോസ്റ്റ് ഓഫീസിലും കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. പിന്നെ നാളത്തേന് ഓൾറെഡി സ്ലിപ്പ് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഓക്കെ, അത് പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നു. വീണ്ടും ഈ പ്രോസസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമന്റ് ഇടണം, ലൈക്ക് വേണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയണം. എന്തായാലും കമന്റ് വേണം കേട്ടോ, ലൈക്ക് മേടിക്കണം കേട്ടോ. അപ്പൊ അതൊക്കെയാണ് കൂട്ടുകാരെ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. എല്ലാം കാറ്റലോഗിൽ കിടപ്പുണ്ട്. നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റുകളെല്ലാം കാറ്റലോഗിൽ കിടപ്പുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ ശരി, ടാറ്റ, അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ ബൈ.